Munnar has always been a popular summer escape. But this year, its whole sightseeing game is taken to another level, literally. KSRTC's Munnar double-decker bus promises a royal view of the hill station. Does it deliver? Let's find out. നമ്മുടെ ഇപ്പോൾ നിലവിൽ റിസർവേഷൻ കാര്യങ്ങളും മറ്റുള്ള രീതിയിലെല്ലാം നല്ല എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിത്യേന നമുക്ക് സീറ്റുകളെല്ലാം ഫുള്ളാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കുകയാണ്. 9 മണിക്കാണ് നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ആരംഭിക്കുന്നത്. മറ്റ് ബസ്സുകളെക്കാളും ഡിഫറെൻ്റ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഉയരത്തിരുന്ന് കാണാം. മറ്റുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അടിക്കട പോകുമ്പോൾ ഉള്ള സംവിധാനം കാണത്തുള്ളൂ. പക്ഷേ ഇത് ഉയർത്തിയിരിക്കുമ്പോൾ ശകലം വ്യത്യസ്തമാണ്. നമുക്ക് ഒന്നുകൂടെ ഒരു നല്ലൊരു അട്രാക്ഷൻ തോന്നും. പിന്നെ എല്ലാം നമ്മൾ മൂന്നാറിനെ സംബന്ധിച്ച് അറിയാമല്ലോ, എല്ലാവരും നല്ലൊരു പ്രകൃതി ഭംഗിയായ സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നും മനസ്സിൽ. The bus has 3 daily services at 9 a.m., noon and 4 p.m. And we are on the first trip. It's a bright sunny morning with a chill in the air. The twin-deck shuttle takes the scenic Munnar Gap Road, stopping for 10 minutes at key spots. The 3-hour ride had the Kannan Devan Tea Estates as its first stop. The vast green estate energized riders just like a cup of tea. വ്യൂ പോയിന്റ് കേട്ടോ, വ്യൂ പോയിന്റ്, ഫോട്ടോ പോയിന്റ്. ആ മല കാണുന്ന അതാണ് മറ്റേ ചൊക്കമല. ആ മലയാണ് നീങ്ങുന്നത്. മൂന്നാർ ഇത്രയും നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ഹൈ ലെവലിരുന്ന ഇത്രയും പൊക്കത്തിലിരുന്നതിന് നമുക്ക് മൊത്തം 180 ഡിഗ്രി ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. As the trip proceeds through the scenic Gap Road, the energy inside the bus elevates. ഞാൻ മൂന്നാർ നാലാമത്തെ വട്ടത്തെ യാത്രയും മൂന്നാർ വരുന്നത്. പക്ഷേ ഈ ബസ്സിൽ ഇങ്ങനെ യാത്ര ആദ്യമായിട്ടാണ്. ഇത് ഇങ്ങനെ പ്രതീക്ഷിക്കുന്ന പറയുമ്പോൾ നമ്മൾ ഈ നോർമൽ ബസ്സല്ല, ഇതിലിരുന്ന് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാകുന്നത്. നോർമൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസിനെക്കാളും വേറെ എക്സ്പീരിയൻസ് നമുക്ക് ഈ ബസ്സിൽ നിന്ന് കിട്ടും. The next stop offered a clear view of Chokramudi, which is Kerala's second tallest peak, and the Lockhart Tea Estate facing it. അസാധ്യ വ്യൂ ആണ്. എല്ലാവരും അത് മിസ് ചെയ്യാതെ വന്ന് കാണണം. പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. 400 രൂപയ്ക്കാണ് KSRTC നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ സ്റ്റാഫ് അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഡ്രൈവർ ആണെങ്കിലും കണ്ടക്ടർ ആണെങ്കിലും അടിപൊളി സഹകരണമാണ്. പിന്നെ ഫുൾ ക്രൂ നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. If rock formations are your thing, here is a little something for you. Malaikallan Cave is next on the route. The final stop was worth the wait. The picture-perfect Anirangal Dam, which captured most hearts on the trip. ഇത് ആനയിറങ്ങൽ ഡാമിനോട് ചേർന്നായിട്ട് വരുന്നത്. ഇവിടെ നിന്നാണ് ഈ അക്കരയിൽ നിന്നാണ് നമ്മുടെ അരിക്കൊമ്പനെയൊക്കെ പിടിച്ചുകൊണ്ട് പോയത്. Yes, he is referring to the troublemaker elephant shifted from here 2 years ago. ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഞങ്ങൾ
പെട്ടെന്നൊരു പ്ലാൻ ചെയ്ത് വന്ന ട്രിപ്പാണ്. ഇപ്പം കഴിഞ്ഞ തിരിച്ചു പോവാണ് വന്നോണ്ട് തന്നെ. അപ്പോൾ ഇത്രയും ഓരോ നമ്മൾ ഇറങ്ങിയ സ്ഥലങ്ങൾ എന്താ പറയുക, ഭയങ്കര ഹാപ്പിനെസ്, നമുക്ക് മനസ്സിനൊക്കെ ഒരു സന്തോഷം, ഇതൊക്കെ ഭയങ്കര ഹാപ്പിനെസ് തോന്നി. പോയ ഒരു 3-4 സ്ഥലത്ത് നമ്മൾ ഇറങ്ങിയായിരുന്നു. അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് വണ്ടർഫുൾ എന്താ പറയുക സീനറി എന്ന് പറയുന്നത് ആനയിറങ്ങൽ ഡാം. എനിക്ക് ഭയങ്കര ഏറ്റവും അവസാനത്തെ സീനായിരുന്നു. നല്ല സൂപ്പർ എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. മസ്റ്റായിട്ട് ഒരു പ്രാവശ്യം നമ്മൾ വന്ന് പോകണം.